ത്രിയേക ദൈവത്തിന്റെ വന്ന തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആൽബർട്ട്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. അല്പം ലേറ്റ് ആയി പോയി. സാരമില്ല, തുടങ്ങിക്കോളൂ. ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ പ്രിയരെ, ക്ഷമിച്ചാന് ദൈവത്തിന്റെ പേരിലും നമ്മൾ ഓരോരുത്തരുടെയും ഇവിടെ കൂടിയിരിക്കുന്ന ലൈവ് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഇച്ചിരി ടെക്നിക്കൽ പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ലൈവ് കൃത്യം ഒരു 45 മിനിറ്റ്സിൽ തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്ന സെക്ഷൻ ധൂപപ്രാർത്ഥനകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. പലർക്കും ഒരു സംശയമുണ്ട്, ധൂപപ്രാർത്ഥനകൾ എന്തിനാണ്, ധൂപപ്രാർത്ഥനകൾ ആവശ്യമുണ്ടോ? അപ്പൊ ആ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാൻ സമയം കളയേണ്ട. എന്താണ്, എന്തിനു വേണ്ടിയാണ് ധൂപപ്രാർത്ഥനകൾ? നമുക്ക് എന്തിനാണ് ധൂപപ്രാർത്ഥന, ഇതിനു വേണ്ടിയാണെന്ന് പറഞ്ഞ് തുടങ്ങാം. ആദ്യമായിട്ട് പറഞ്ഞാൽ ധൂപാർപ്പണത്തോടു കൂടി അർപ്പിക്കുന്ന പ്രാർത്ഥനകളാണ് ധൂപപ്രാർത്ഥന എന്ന് നമുക്ക് പൊതുവെ പറയാം. അതായത് നമുക്കറിയാം, ധൂപകലശത്തിൽ, അതായത് കുന്തിരിക്ക തൊട്ടിയിൽ അല്ലെ ധൂപക്കുറ്റിയിൽ കുന്തിരിക്കം നിറച്ച് അതിൽ നിന്ന് വരുന്ന ധൂപവർഗ്ഗങ്ങളോട് കൂടി അതിനോട് ചേർന്ന് ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന പ്രാർത്ഥനകളെയാണ് ധൂപപ്രാർത്ഥന എന്ന് നമ്മൾ ഓർത്തഡോക്സ് ചർച്ചിൽ വിളിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പ്രേക്ഷകരിൽ ആരെങ്കിലും ഓർത്തഡോക്സ്കാരല്ലാത്ത ആൾക്കാർ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കായിട്ട് ഒരല്പം ഒന്ന് വിശദീകരിക്കാം. ഇത് എവിടെയാണ് ധൂപപ്രാർത്ഥന ചെയ്യുന്നത്? ഇത് പ്രധാനമായിട്ടും ധൂപപ്രാർത്ഥന നമ്മുടെ നമസ്കാരങ്ങളിലും വിശുദ്ധ കുർബാനയിലും അതുപോലെ വിവാഹ കുദാശ, മാമോദീസ, ഭവന കുദാശ, പള്ളി കുദാശ തുടങ്ങിയ അവസരങ്ങളിൽ നമ്മൾ ധൂപപ്രാർത്ഥന ചെയ്യുന്നുണ്ട്. ധൂപപ്രാർത്ഥന എങ്ങനെയാണെന്ന് വെച്ചാൽ, ധൂപകലശത്തിൽ ഇപ്പം വിശുദ്ധ കുർബാനയിൽ അതിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ധൂപപ്രാർത്ഥന എങ്ങനെയാണെന്നാണ് ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ രഹസ്യങ്ങളുടെ ആഘോഷം, അതായത് കർത്താവിന്റെ സ്വർഗാരോഹണത്തെ കുറിക്കുന്ന, അതിനെ സിംബലൈസ് ചെയ്യുന്ന കർത്താവിന്റെ തിരിച്ചുവരവ് രക്തങ്ങളെ ആഘോഷപൂർവ്വമായിട്ട് എടുത്തുയർത്തി അതിനെ ത്രോണോസിൽ വെച്ചതിന് ശേഷം ആ കുർബാന അർപ്പിക്കുന്ന പട്ടക്കാരൻ ആ ദർഗ എന്ന് പറയുന്ന ത്രോണോസിന് തൊട്ട് മുമ്പിലുള്ള സ്റ്റെപ്പിൽ നിന്ന് ഒരുപടി താഴെ ഇറങ്ങി നിന്നുകൊണ്ട് പരിശുദ്ധ മാതാവിൻ്റെയും പരിശുദ്ധന്മാരുടെയും അതിനുശേഷം വാങ്ങിപ്പോയ പട്ടക്കാരുടെയും അതിനുശേഷം വാങ്ങിപ്പോയ വിശ്വാസികളുടെയും പേരിൽ ഉള്ള ഒരു ഗ്രൂപ്പ്, അതിന് കുക്കിലിയോ എന്നാ പറയുന്നത്, അതില് പാട്ടുകളാണ്. ആ പാട്ടിൽ കൂടി നമ്മൾ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞതുപോലെ സഭ എപ്പോഴും അതിന്റെ ലിറ്റർജിയിലൂടെയാണ് നമ്മളെ വേദശാസ്ത്രം പഠിപ്പിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള പ്രാർത്ഥനകളാണ് ഈ ധൂപപ്രാർത്ഥന. അപ്പം ഈ ധൂപപ്രാർത്ഥന എങ്ങനെയാണെന്ന് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി നമുക്ക് ആ ഒരു ധൂപപ്രാർത്ഥനയുടെ ഒരു ഉദാഹരണം, ഒരു വീഡിയോ കാണിക്കാം. അതൊന്ന് കണ്ടിട്ട് നമുക്ക് അപ്പൊ ഇതാണ് ധൂപപ്രാർത്ഥന. നമുക്ക് നോക്കാം. പരിശുദ്ധ മാതാവിന്റെ നാമത്തിലുള്ള ധൂപപ്രാർത്ഥന എങ്ങനെ ശ്രദ്ധിക്കുക. ആദ്യം പട്ടക്കാരൻ ധൂപവർഗ്ഗം അർപ്പിച്ചതിന് ശേഷം വിശുദ്ധ ത്രോണോസിന് അഭിമുഖമായി നിന്നുകൊണ്ട് വിശുദ്ധ ത്രോണോസിനും വിശുദ്ധ രഹസ്യങ്ങൾക്കും ധൂപം അർപ്പിച്ച ശേഷം ഏവങ്കേലിയോൻ മേശയിൽ ധൂപം അർപ്പിച്ച് വിശുദ്ധ മധുബായുടെ 2 വശത്ത് അവിടെ ശുശ്രൂഷകന്മാര് മാത്രമല്ല നമുക്ക് കാണാൻ പോലെ നിൽക്കുന്നെങ്കിലും മാലാഖമാരും അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് സഭയുടെ വിശ്വാസം. അതിനുശേഷം ജനങ്ങളുടെ നേരെ തിരിഞ്ഞ് നമ്മൾ ആ പള്ളിയുടെ നടുക്ക് ഒഴിച്ചിട്ടേക്കുന്ന സ്ഥലം, അത് വാങ്ങിപ്പോയവർക്ക് വേണ്ടിയുള്ള സ്ഥാനമെന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അവിടെ ധൂപം അർപ്പിച്ചതിന് ശേഷം ഇരുവശങ്ങളിൽ നിൽക്കുന്ന വിശ്വാസികൾ ധൂപം അർപ്പിക്കുന്നു. നമുക്കത് കാണാം. സ്തുതിയോടു രാജമകൾ നിൻ വലമായി രാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാൻ ഹാലേലൂയ ഓ ഹാലേലൂയ നിൻ ജനമോർക്കായ പിതൃഗൃഹവും പാർക്കുമോ മിനവോലം വാദാമൊൽ മൂലം വൽ മീനാമീ. ഓക്കെ, വീഡിയോ അല്പം സ്റ്റക്കായിരുന്നു തോന്നുന്നു അല്ലേ ആൽബിൻ? കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് സാരമില്ല, നമുക്ക് മുമ്പോട്ട് പോവാം. അതിനുശേഷം കേൾക്കാം, പറഞ്ഞോളൂ. അപ്പൊ എല്ലാവരുടെയും സംശയമാണ് ധൂപപ്രാർത്ഥന എന്തിനു വേണ്ടിയാണെന്നുള്ളത് വിശദീകരിച്ചു. അതുപോലെ തന്നെ വേദപുസ്തകത്തില് ഈ ധൂപപ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ പറ്റി വിശദീകരിക്കുന്ന ഭാഗമുണ്ട്. അതുകൂടെ നമുക്ക് ഒന്ന് വിശദീകരിച്ച് പറയാമോ?
പറയാം. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം, നമ്മളൊരു ചോദ്യം നമ്മുടെ അടുത്ത് സാധാരണ ഇത് പ്രാർത്ഥന എതിർക്കുന്ന ആൾക്കാരല്ലേ, ഇവാഞ്ചലിക്ക് വേൾഡിൽ നിന്ന് ഉയരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് ഇത് വിഗ്രഹാരാധനയാണോ, അതുപോലെ അത് ദൈവത്തിന് ഇഷ്ടമല്ലാത്തൊരു വേദോസ അടിസ്ഥാനത്തിലുള്ളതാണോ എന്നൊക്കെ ചോദിക്കും. ഇത് ആർക്ക് വേണ്ടിയാണ്? അപ്പം വളരെ കോമൺ ആയിട്ടുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്, ഇവിടെ ധൂപം അർപ്പിക്കുന്നത് ആരുടെ പേരിലാണോ അവരെ ആരാധിക്കുക എന്നാണ്. ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് ഈ ചോദ്യം, മാതാവിനെ ആരാധിക്കാൻ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ, പിന്നെ എന്തിനാണ് നിങ്ങൾ ധൂപ പ്രാർത്ഥനയിൽ ഇങ്ങനെ പാടുന്നത്, അപ്പം അല്ലെങ്കിൽ മാതാവിന്റെ പരിശുദ്ധന്മാരുടെ പേര് പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ധൂപ പ്രാർത്ഥനയിൽ ആരാധന പോകുന്നത് വിശുദ്ധ തൃത്വത്തിലാണ്. നമ്മൾ ആ ഓരോ നമ്മൾ പുറമോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇനി കേൾക്കാം. അവിടെ ധൂപ പ്രാർത്ഥനയുടെ മെയിൻ ഭാഗങ്ങളിൽ 2 പ്രാവശ്യം ശുഭഹോ ലാഭോ ലൂഹോ കാദീശോ, പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി എന്ന ആ സ്തുതി കരയറ്റുന്നത് എപ്പോഴും ദൈവത്തിന് തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഒരു വാക്യം പറയാനാണെങ്കിൽ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ കാണാം, മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണ്ണ പീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് കൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. അതാണ് ഈ പുതിയ നിയമത്തിലെ ധൂപ പ്രാർത്ഥനയുടെ ഒരു മെയിൻ ഒരു കാര്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. അത് നമ്മൾ ശ്രദ്ധിക്കുക, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടും ഈ പള്ളിയിൽ സന്നിഹിതരായിരിക്കുന്ന ജനങ്ങളുടെ പ്രാർത്ഥനയോടും അതോടെ കൂടെ തന്നെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന നമ്മളിന്ന് വിശ്വാസികളായി വാങ്ങിപ്പോയിരിക്കുന്ന പ്രാർത്ഥനയോടും കൂടി ഒരുമിച്ച് അർപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ ധൂപ പ്രാർത്ഥന. ഓക്കെ, അപ്പൊ അതിനകത്ത് ധൂപ പ്രാർത്ഥനയ്ക്ക് നമ്മൾ വേറൊരു പേര് പറയും, കുക്കലിയോൻ എന്ന് പറയാറുണ്ടല്ലോ. എന്താണ് ഈ കുക്കലിയോൻ? ആ പേര് വരാൻ കാരണം എന്താണ്? കുക്കിലിയോൻ എന്ന വാക്കിന്റെ അർത്ഥം ചാക്രിക പ്രാർത്ഥനകളാണ്, സൈക്കിൾസ് ആണ്. സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഓരോ കുക്കിലിയോനിലും 4 ഭാഗങ്ങളുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലാ കുക്കിലിയോനുകളും തുടങ്ങുന്നത് സങ്കീർത്തനത്തിൽ നിന്നുള്ള ഒരു ഭാഗത്തിൽ നിന്നാണ്. നമ്മൾ ഇന്നാൾ സ്തുതിയുടെ രാജ്യങ്ങൾ വരുമ്പോൾ സങ്കീർത്തനത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അവിടെ വെച്ച് നമുക്ക് കാണാം, ആദ്യം ഒരു സങ്കീർത്തന ഭാഗം, രണ്ടാമത് വരുന്ന ഭാഗത്തിനെ എഗ്ബോ എന്നാണ് പറയുന്നത്. ഭക്തർ പുകഴ്ച ഭാജനമേ, അല്ലെങ്കിൽ പിന്നെ അടുത്ത കുക്കിലിയോനുകളിൽ പരിശുദ്ധന്മാരുടെ അങ്ങനെ വരും. ആ ശരണത്താലെ നിൻ കൃപയിൽ, അങ്ങനത്തെ അതെല്ലാമാണ് എഗ്ബോ എന്ന് പറയുന്നത്. എഗ്ബോ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം സ്റ്റെപ്പ് എന്നാണ്. സ്റ്റെപ്പ് അല്ലെങ്കിൽ സ്റ്റെയർസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒന്നീ പടികൾ അല്ലെങ്കിൽ ഏണിപ്പടികൾ. അടുത്തത് കോലോ എന്ന് പറഞ്ഞ ഗീതങ്ങളുടെ പല ഗീതങ്ങളാണ്. ചില ഡീറ്റെയിൽ ആയിട്ടുള്ള തിയോളജി പറഞ്ഞിട്ട് ഒരു ദൈവശാസ്ത്ര ബോധ്യം അല്ലെങ്കിൽ ഒരു വിശ്വാസ ബോധ്യം അവിടെ പ്രഖ്യാപിക്കുകയാണ് സഭ. അതെല്ലാം സ്ക്രിപ്ചറലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വേദപുസ്തക അടിസ്ഥാനത്തിലുള്ളതാണ് ഈ പാട്ടുകളെല്ലാം. ഏറ്റവും അവസാനമായിട്ടുള്ളത് ബോവുസോ എന്ന് പറയും. ബോവുസോ എന്ന് പറഞ്ഞാൽ അപേക്ഷ എന്നാണ് അർത്ഥം. അപ്പം 4 ഭാഗങ്ങളുണ്ട് ഓരോ കുക്കിലിയോനും. ആദ്യം സങ്കീർത്തനം, രണ്ടാമത് എഗ്ബോ, മൂന്നാമത് കോലോ, നാലാമത് ബോവുസോ. അപ്പം ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കുക്കിലിയോൻ തുടങ്ങുമ്പോൾ, ഇപ്പം മാതാവിന്റെ കുക്കിലിയോനിൽ ഈ 4 ഭാഗങ്ങൾ കഴിഞ്ഞാൽ പരിശുദ്ധന്മാരുടെ കുക്കിലിയോനിലും ഇതേ ക്രമത്തിൽ 4 വിധത്തിലുള്ള സെക്ഷനുണ്ട്. അത് കഴിഞ്ഞ് മരിച്ചു പോയതിനകത്ത് അതുപോലെ തുടരും. അപ്പോൾ സഭയിൽ 5 വിധത്തിലുള്ള കുക്കിലിയോനാണുള്ളത്. ഒന്ന് വിശുദ്ധ ശ്ലീബായുടെ പേരിലുള്ളത്, പിന്നെ മാതാവിന്റെ പേരിൽ അടുത്ത മാതാവ്, പരിശുദ്ധന്മാർ, വാങ്ങിപ്പോയ പുരോഹിതന്മാർ, വാങ്ങിപ്പോയ വിശ്വാസികൾ. അതെ, ഇങ്ങനെ 5 വിധത്തിലെ കുക്കിലിയോനുകളാണ് നമുക്ക് ആരാധനയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് ചോദിക്കാനുള്ളത്, ധൂപപ്രാർത്ഥന പരിശുദ്ധ സഭയില് ആരാധനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ഇത് ആദിമ സഭയിൽ ഉണ്ടായിരുന്നാണോ അതോ എന്താണ്? അതുകൂടെ ഒന്ന് വിശദീകരിക്കാമോ? ഓക്കെ, ഇത് നമുക്ക് അറിയാവുന്നത് പോലെ ആദിമ സഭ അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭ രൂപപ്പെട്ടത് ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. ഈ നമ്മുടെ ആരാധന സഭയിൽ ആദ്യമായിട്ട് രൂപപ്പെടുന്നത്. അപ്പം ആ ജൂയിഷ് ആരാധനയിൽ ഈ ധൂപം അർപ്പിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു. അപ്പം ഇതിന്റെ ഒരു രൂപം അങ്ങനെയാണ് അവിടെ നിന്ന് വന്നത്. നമുക്കറിയാം, ഇപ്പോഴത്തെ നമ്മുടെ ധൂപക്കുറ്റി എന്ന് പറയുന്നത് തന്നെ വളരെ സിംബോളിക് ആണ് ഓർത്തഡോക്സ് ചർച്ച് ഉപയോഗിക്കുന്നത്. അത് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് താഴത്തെ ആ ഭാഗത്തിനെ ഭൂമിയെ റെപ്രസെന്റ് ചെയ്യുന്നു, മുകളിലുള്ള അതിന്റെ ലിഡ്, അതിന്റെ അടപ്പ് സ്വർഗത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അതിലെ 4 ചങ്ങലകളാണുള്ളത്. അപ്പൊ നമ്മൾ വിചാരിക്കും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായിക്കും 3 ചങ്ങല പോരെ? അല്ല. അപ്പൊ നടുക്കുള്ള നമുക്കറിയാം, ധൂപക്കുറ്റി വാഴ്ത്തുന്ന ശുശ്രൂഷ ശ്രദ്ധിച്ചറിയാം. ആദ്യത്തെ ഒരു ചങ്ങല പിടിച്ചുകൊണ്ട് പിതാവിന്റെ ഉള്ള പേരിലുള്ള പ്രാർത്ഥനയും, രണ്ടാമത്തെ ചങ്ങലയും മൂന്നാമത്തേത് ഒന്നിച്ചാണ് പിടിക്കുന്നത്. ഒന്ന് യേശു ക്രിസ്തുവിന്റെ പുത്രന്റെ മനുഷ്യാവതാരത്തിൽ അവന്റെ മനുഷ്യപ്രകൃതിയെയും അതേ സമയത്ത് തന്നെ ദൈവപ്രകൃതിയെയും ഒരുമിച്ച് ചേർത്ത് ആ യൂണിയനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് 2-3 ചങ്ങല ഒരുമിച്ച് പിടിക്കുന്നത്. മൂന്നാമത്തെ ഒരു ചെയിൻ പരിശുദ്ധ റൂഹായെ കുറിക്കുന്നു. അതുപോലെ
ആ ഓരോ ചങ്ങലയിലും 72 അറിയിപ്പുകാരെ കുറിക്കുന്ന അത്രയും ചെറിയ അതിന്റെ കൊളുത്തുകളുണ്ട്. അതുകൂടാതെ 12 അപ്പസ്തലന്മാരെ കുറിക്കുന്ന ചെറിയ മണികളും ഈ 4 ചങ്ങലകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ധൂപം അർപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനാ രീതി നമുക്ക് പഴയ നിയമകാലത്ത് തന്നെ കാണാവുന്നതാണ്. ഇപ്പം പുറപ്പാട് പുസ്തകത്തിലും സംഖ്യാപുസ്തകത്തിലും ഒക്കെ ഇതിന്റെ എങ്ങനെയായിരുന്നു പഴയ നിയമകാലത്ത് ഈ ധൂപാർപ്പണം ഉണ്ടായിരുന്നത്. മോശയും അഹ്റോനും ലേവ്യ പുരോഹിതന്മാരും ഒക്കെ ധൂപം അർപ്പിച്ചായിട്ട് നമുക്ക് കാണാം. അപ്പം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ധൂപാർപ്പണം പൗരോഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. പൗരോഹിത്യം ആ ഒരു ശ്രേണിയിലുള്ളവർക്ക് മാത്രമേ ധൂപം അർപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ശുശ്രൂഷകന്മാർ ധൂപം അർപ്പിക്കുന്ന നമുക്ക് കാണാം. അപ്പൊ അവരുടെ ചോദ്യം ഉയർന്നു വന്നേക്കാം, ശുശ്രൂഷക്കാരെങ്ങനെയാണ് ഈ ധൂപം അർപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, അവിടെ നിൽക്കുന്ന പുരോഹിതൻ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ തിരുമേനി ആ ധൂപക്കുറ്റിയിലേക്ക് കുന്തിരിക്കം വിട്ടുകൊടുത്തതിന് ശേഷം അവരുടെ തലയിൽ ഒന്ന് കൈവയ്ക്കും. അത് ആ അനുവാദം കൊടുക്കലാണ്. അത് ആ ഒരു സൈക്കിളിന് പോയിച്ച് വരാനുള്ള ആ ഒരു റൗണ്ട് പോയിച്ച് വരാനുള്ള അനുവാദമാണ് തൽക്കാലത്തേക്ക്. അല്ലെങ്കിൽ ഒരു പുരോഹിതന് മാത്രമാണ് ഇത് അർപ്പിക്കാനുള്ള അവകാശമുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ട്, അത് നമുക്കൊന്ന് കേൾക്കാം. അഹരോന്റെയും സ്കറിയാ തന്നുടെയും ധൂപമതും മരണത്തെ നീക്കിയ ഫിനഹാസിൻ പ്രാർത്ഥനയും അടിയാരുടെ ധൂപത്തെയും അൻപുടയോനെ കൈക്കൊള്ളുക. അപ്പൊ ഈ പാട്ടില് നമ്മൾ കേൾക്കുന്നത് എന്താണ്? അഹ്റോന്റെയും സ്കറിയായുടെയും ധൂപത്തെ കൈക്കൊണ്ടതുപോലെ നമ്മുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ ധൂപത്തെയും കർത്താവെ നീ കൈക്കൊള്ളണമേ. അതിൽ ഒരു കാര്യം കൂടെ പറയാൻ ഇവിടെ വിട്ടുപോയി. കുന്തിരിക്കം എന്ന് പറയുന്നത് പൗരോഹിത്യത്തെ സൂചിപ്പിക്കുന്നതാണ്. നമുക്കറിയാം, കർത്താവിനെ കാണാനായിട്ട് വന്ന 3 വിദ്വാൻമാർ പൊന്നും മോരും കുന്തിരിക്കവുമാണ് കാഴ്ചവെച്ചത്. അതിൽ പൊന്ന് അവന്റെ രാജ്യത്വത്തെയും ആ മീറ അവന്റെ പ്രവാചകത്വത്തെയും കുന്തിരിക്കം പൗരോഹിത്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പം അതാണ് ഈ കുന്തിരിക്കം തന്നെ ഈ ധൂപപ്രാർത്ഥനയിൽ ഉപയോഗിക്കാനുള്ള കാരണം. അപ്പോ നമ്മളിപ്പോ പാട്ടെല്ലാം കേട്ടു, ഇവർക്ക് നമ്മള് സ്കറിയായുടെ ആ പാട്ടുകൾ കേട്ടു. ഇപ്പോൾ ജീവനോടിരിക്കുന്നവരായുടെയും ജീവനില്ലാത്തവരുടെയും, അതായത് ഇപ്പോൾ ജീവനോട്, അതായത് ഈ ലോക ജീവിതത്തിൽ ഭൗതികമായ ജീവനില്ലാത്ത അല്ലെങ്കിൽ ആത്മാവ് മാത്രമുള്ള പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധന്മാരുടെയും മരിച്ചുപോയവരുടെയും പേരിൽ ധൂപം അർപ്പിക്കുന്നത് എന്തിനാണ്? ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ദൈവം മരിച്ചവരുടെ ദൈവമല്ല എന്ന വാക്യമൊക്കെ എടുത്ത് പല ആളുകളും നമ്മുടെ അടുത്ത് വരാറുണ്ട്. അതെ, ഇതിനെപ്പറ്റി അതിനെപ്പറ്റി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സഭ എന്ന് പറയുന്നത് സഭയ്ക്ക് ദൃശ്യവും അദൃശ്യവുമായിട്ടുള്ള 2 ഭാഗങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ഒന്ന് ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല, അതിൽ നമ്മൾ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞതാണ്, വാങ്ങിപ്പോയവരും അതിൽ സജീവരായിട്ടുള്ള അംഗങ്ങളാണ് എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരും അപ്പസ്തോലന്മാരുമായിട്ടുള്ള ഫൗണ്ടേഷനിലാണ് ചർച്ച് കർത്താവ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. കർത്താവ് തന്നെ അതിൽ മൂലക്കല്ലായിട്ടിരിക്കുക. അപ്പോൾ അതിൽ വിശ്വാസികളായിട്ട് അതിൽ അംഗങ്ങളായിട്ട് ചേർന്നവര് ഈ ലോക ജീവിതത്തിൽ നിന്ന് അവർ മറ്റൊരു തലത്തിലേക്ക് മാറിപ്പോയി എന്നുള്ളതല്ലാതെ അവർക്ക് അവരുടെ സജീവ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും വരുന്നില്ല എന്ന് സഭ പഠിപ്പിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ആൽബി ഇപ്പൊ പറഞ്ഞ വാക്യം നമ്മുടെ അടുത്ത് വരുന്ന ഇവാഞ്ചലിക്കൽ വേൾഡിൽ നിന്ന് വരുന്നവർ പറയും, മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 27-ാം വാക്യമാണ്, അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം അത്രേ, നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നു. അത് കേട്ട് നമ്മുടെ ആൾക്കാർ തന്നെ സ്റ്റക്കായി പോയിട്ട്, ബൈബിളിൽ ഇങ്ങനെ എഴുതിയേക്കുന്നല്ലോ. പക്ഷേ അത് എന്തുകൊണ്ടാണ് ഞാൻ എഴുതിയേക്കുന്നത് എന്നതിൽ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായം 38-ാം വാക്യത്തിൽ ഇതേ കാര്യം കർത്താവ് പറഞ്ഞത് എഴുതിയേക്കുന്നത് ശ്രദ്ധിക്കുക. അവിടെ എഴുതിയേക്കുന്നത്, ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം അത്രേ, എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്തുവാണ്? ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ, ദൈവത്തിന്റെ വീക്ഷണകോണിൽ മരിച്ചവർ എന്നൊരു ആൾക്കാർ അവിടെ ഇല്ല. എല്ലാവരും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരെല്ലാവരും സജീവരാണ്. അതുകൊണ്ടാണ് ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് കർത്താവ് പറയുന്നത്. അപ്പോൾ മാത്രമല്ല, കർത്താവ് തന്നെ നമ്മൾ കഴിഞ്ഞ ലൈവ് പറഞ്ഞതാണ്, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവർ ഒരു നാളും മരിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞതാണ്. അപ്പോ വാങ്ങിപ്പോയവർ മരിച്ചുപോയി, അവർക്ക് സജീവരല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മരണത്തെ ജീവിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ശരീരത്തിൽ വീണ്ടും മരണത്തിന് അധികാരമുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. അത് തീർച്ചയായിട്ടും ഒരു ദുരുപദേശമായതുകൊണ്ട് സഭ അതിൽ അംഗീകരിക്കുന്നില്ല. അത് മാത്രമല്ല, നമ്മുടെ സഭയുടെ ഒരു വ്യൂ പോയിന്റ്, ഞാനും എൻ്റെ ആളും 40 പേരും എന്ന് പറഞ്ഞ പോലെ ഞാനും എൻ്റെ കർത്താവും കുറച്ച് ആൾക്കാരും മാത്രമുള്ളതല്ല സഭ, അല്ലെങ്കിൽ രക്ഷപ്പെട്ടവരുടെ ഒരു കൂട്ടം എന്ന് പറയുന്നത്. അവിടെ ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരും ഇവിടുന്ന് കടന്നുപോയവരും പരിശുദ്ധ മാതാവും അപ്പസ്തോലന്മാരും സഹദേന്മാരും ഔദ്യാനന്മാരും ഇങ്ങനെ വിശ്വാസികളുടെ ഒരു വലിയ സമൂഹം തന്നെ, ആ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ സാക്ഷികളുടെ വലിയൊരു സമൂഹം തന്നെ നമ്മുടെ സഭയിൽ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് സഭയുടെ വിശ്വാസം. അതുകൊണ്ടാണ് നമ്മൾ പ്രഭാത നമസ്കാരത്തിൽ നമ്മൾ പാടുന്നുണ്ട്, നിഷ്ഠയിൽ നിന്നെ പെറ്റ പാവന കന്യകയോടൊപ്പം നാഥാദേവ എന്നുള്ള പാട്ടിൽ പറയുന്നത് നമ്മൾ വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്. അതിൽ പറയുന്നത് എന്തൊക്കെയാണ്? പരിശുദ്ധ മാതാവിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ പിതാക്കന്മാർ, സഭാപിതാക്കന്മാരുടെ കാര്യം പറഞ്ഞു, അതിനുശേഷം സഹദേന്മാർ, മൗദ്യാനന്മാർ, ബുദ്ധിയുള്ള കന്യകമാരെ പോലുള്ള ആൾക്കാർ, അവസാനം അങ്ങനെ വന്ന് നമ്മുടെ എല്ലാ പരിശുദ്ധന്മാരെയും പറഞ്ഞിട്ട് ഏറ്റവും അവസാനം പറയുന്നതാണ്, പർദീസായിൽ വെച്ച് വിശ്വാസത്താൽ നീ ആ പർദീസ കൊടുത്ത ആ കള്ളൻ അത്രയും വലിയൊരു സാക്ഷികളുടെ സമൂഹത്തിന്റെ കൂടെ നിന്നിട്ടാണ്. അപ്പൊ ആലോചിച്ച് നോക്കിയാൽ നമ്മളൊരു പള്ളിയിൽ നിന്നുള്ള ഒരു ആരാധനയിൽ നിന്നുള്ള ഒരു സുഖപ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ഒരു കോൺഗ്രിഗേഷണൽ പ്രയറിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ അവിടെ ഫിസിക്കലായിട്ട് നിൽക്കുന്ന ആൾക്കാർ മാത്രമല്ല, ഇത്ര വലിയൊരു സമൂഹവും നമ്മുടെ ചുറ്റിനും നിൽക്കുന്നുണ്ടെന്നുള്ള ഒരു ബോധ്യത്തിൽ വേണം നമ്മൾ അവിടെ നിൽക്കാൻ. നമ്മൾ ആ പാട്ട് പ്ലേ ചെയ്യുന്നുണ്ടോ? നിഷ്ഠയിൽ നിന്നെ പറ്റി സമയം പോകുന്നുണ്ട്, നമുക്ക് വേണ്ട, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതാണ്. അപ്പൊ ഇന്ന് നമ്മൾ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചിന്തിക്കാനുള്ളത് നമ്മുടെ പരിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിലുള്ള കുക്കലിയോനെ പറ്റിയാണ്. അതിലേക്ക് നമുക്ക് കടക്കാം. ഇതിൽ കുറെ സംശയമുണ്ട്. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം, പ്രത്യേകിച്ച് ഇന്നത്തെ ലൈവിന് പ്രധാന കാരണം തന്നെ അതാണ്, ഓർത്തഡോക്സ് വിശ്വാസിയായിരിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞതാണ്, ഞാൻ ഈ നിന്നാൾ സ്തുതിയുടെ രാജമകൾ എന്ന് പറയുന്ന ഭാഗം വരുമ്പോൾ ഞാൻ മിണ്ടാതെ നിൽക്കും. അപ്പൊ അദ്ദേഹത്തിന് വരെ സംശയമാണ്. അപ്പൊ നമ്മുടെ വിശ്വാസികൾക്ക് തന്നെ സംശയമായ സ്ഥിതിക്ക് അത് നമുക്ക് വിശദീകരിച്ച് നമുക്ക് പറയാം. നിന്നാൾ സ്തുതിയുടെ രാജമകൾ എന്ന പാട്ട് ഇത് തുടങ്ങുന്ന പരിശുദ്ധ മാതാവിന്റെ നാമത്തിലുള്ള ഒരു കുക്കിലിയോനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ആ പാട്ട് തന്നെ കേട്ടോടെ നമുക്ക് തുടങ്ങാം. നിന്നാൾ സ്തുതിയുടെ രാജമകൾ എന്നുള്ള പാട്ട്. ഇവിടെ പലർക്കും വളരെ സംശയമാണ്. ആൽബി പറഞ്ഞതുപോലെ ഇത് ആരാണ് നിൽക്കുന്നത്, ആരാണ് ഈ രാജമകൾ, ആരാണ് ഈ സ്തുതി പറയുന്നത്, ആർക്ക് വേണ്ടിയാണ്, എന്തിനാണ് ഈ മാതാവിനെ രാജമകൾ എന്ന് വിളിക്കുന്നത്? ഇതാണ്. നമുക്ക് ആ പാട്ടൊന്ന് കേട്ടിട്ട് തുടങ്ങാം. നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലൂയ ഓ ഹാലേലൂയ മലമാരാജ ഭാമിനിയും ഓക്കെ, അതാണ് ആ സങ്കീർത്തന ഭാഗം. ഇത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കുക്കിലിയോന്റെ ആദ്യത്തെ സങ്കീർത്തന ഭാഗമാണ് നമ്മൾ കേട്ടത്. നിന്നാൾ സ്തുതിയോടു രാജമകൾ. അവിടെ ഒരു കറക്ഷൻ ഉണ്ട്, പലരും തെറ്റിപ്പാടും. നിന്നാൽ എന്നല്ല, നിന്നാൾ എന്നാണ്. നിന്നാൾ. അപ്പോൾ ഒരു പഴയ മലയാളം തമിഴ് രീതിയിലുള്ള ഒരു മലയാളമാണ്. നിന്നാൾ എന്ന് പറഞ്ഞാൽ അവൾ നിന്നു എന്നാണ്. ഇതേ രീതിയിലുള്ള മറ്റൊരു പ്രയോഗമാണ് പൗലോസ് ശ്ലീഹ ധന്യം ചൊൽകേട്ടേൻ എന്ന് പറയുന്നത്. കേട്ടേൻ എന്ന് പറഞ്ഞാൽ ഏൻ കേട്ടു അല്ലെങ്കിൽ ഞാൻ കേട്ടു എന്നുള്ള ആ ഒരു രീതിയിലുള്ള ഒരു മലയാളമാണ് ഈ നിന്നാൾ. അപ്പൊ നിന്നാൾ സ്തുതിയുടെ രാജമകൾ. അപ്പൊ ആരാണ് ഈ രാജമകൾ എന്ന് കേൾക്കണമെങ്കിൽ നമ്മൾ 45-ാം സങ്കീർത്തനം നമുക്കതൊന്ന് വായിക്കാം. അപ്പൊ 45-ാം സങ്കീർത്തനം 8-ാം വാക്യം മുതൽ വായിച്ചോട്ടെ. അല്ല, ആദ്യം ആ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട് 8-ാമത്തെ വാക്യത്തിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. 1-ാമത്തെ വാക്യം 45-ാം സങ്കീർത്തനം 1-ാം വാക്യം. എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു, എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോലാകുന്നു. ഇതാണ് 1-ാം വാക്യം. അതെ, 2 വായിക്കണോ? ഇനി 2 കൂടെ വായിച്ചിട്ട് 6-ാമത്തെ വാക്യം. അതിസുന്ദരൻ. 2-ാം വാക്യം. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നു, അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. നീ 6-ാമത്തെ വാക്യം വായിച്ചേ. നമുക്ക് 6-ാം വാക്യം.
ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളതാകുന്നു. നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം, നിന്റെ ദൈവം തന്നെ, നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാദം നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലത്ത് ഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കമണിഞ്ഞു നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവി ചായ്ക്ക. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. ഓക്കെ, അത്രയും മതി. അപ്പം ഇതില് ഈ പാടിനകത്ത് പറഞ്ഞ നിന്നാൾ സ്തുതിയോട് രാജമകൾ ഹാലേലുയ്യ, ഒരു രാജകുമാരി സ്തുതിയോടുകൂടി നിൽക്കുന്നു. അതാണ് ആദ്യം പറഞ്ഞത്. നിന്റെ വലത് ഭാഗത്ത് രാജ്ഞി നിൽക്കുന്നു. നമ്മൾ പാടുന്നത് നിന്റെ വലത് ഭാഗത്ത് രാജഭാമിനിയും, രാജാവിന്റെ അമ്മ വലത് ഭാഗത്ത് നിൽക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഈ സങ്കീർത്തനത്തിൽ വായിച്ചത് നിന്റെ ശ്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക, സ്വജനത്തെയും നിന്റെ മൃദുഭവനത്തെയും മറക്കുക. ഇതാണ് നമ്മൾ കേട്ടത്. അപ്പോ ഈ സങ്കീർത്തന ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ 3 കഥാപാത്രങ്ങളെ അവിടെ കാണുകയാണ്. ഒന്നൊരു രാജാവാണ്. രണ്ടാമത് രാജാവിന്റെ വലത് ഭാഗത്ത് രാജ്ഞി നിൽക്കുന്നു. അത് രാജ്ഞി രാജാവിന്റെ ഭാര്യയല്ല, രാജാവിന്റെ അമ്മയാണ്. അടുത്തത് സർവാഭരണ വിഭൂഷിതയായ ഒരു രാജകുമാരി അന്തഃപുരത്തിലും ഉണ്ട്. അത് അന്തഃപുരത്തിരിക്കുന്ന രാജാവിന്റെ ഭാര്യയാണ് തീർച്ചയായിട്ടും. അപ്പം ഈ വാക്യം എബ്രായ ലേഖനകാരൻ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ ഇതേ സങ്കീർത്തനത്തിൽ നിന്നുള്ള ഈ ഉദ്ധരണി കൊടുക്കുന്നുണ്ട്. എബ്രായർ 1-ാം അധ്യായം 8 മുതൽ 9 വരെ. അവിടെ പറയുകയാണ് പുത്രനോടോ. അപ്പം എന്തുവാ പുത്രന്റെ വിശേഷതകൾ, പുത്രനായ ദൈവത്തിന്റെ വിശേഷതകൾ എബ്രായ ലേഖനകാരൻ വിശദീകരിക്കുമ്പോൾ ഇതേ സങ്കീർത്തനത്തിൽ നിന്ന് എടുത്ത് പറയുകയാണ് പുത്രനോടോ. എന്താ പറയുന്നത്? പുത്രനോട് പിതാവാൻ ദൈവം പറയുകയാണ്. ഞാൻ വായിക്കാം. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കുക. ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും കർത്താവേ. ഓക്കെ, അപ്പം പിതാവായ ദൈവം പുത്രനോട് പറയുകയാണ്, ദൈവമേ, നിന്റെ സിംഹാസനം എന്നേക്കുള്ളതാകുന്നു. അപ്പൊ അവിടെ പറയുന്ന ഈ രാജാവിന്റെ സ്ഥാനത്ത് ഇരിക്കുന്നത് പുത്രനായ ദൈവമാണെന്ന് എബ്രായ ലേഖനത്തിൽ വളരെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പം യേശുക്രിസ്തുവിനെ പറ്റിയാണ് ഇവിടെ രാജാവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്കറിയാം യേശുക്രിസ്തു രാജാവും പുരോഹിതനും പ്രവാചകനുമാണ് ഒരേ സമയത്ത്. അവൻ രാജ്യത്വത്തിന്റെ അവസാനമില്ലാത്ത രാജ്യമാണ്. അപ്പം ആ രാജ്യത്തെ പറ്റി പറയുന്നിടത്താണ് ഇനി രാജകുമാരി ആരാണെന്ന് കണ്ടു. ഇനിയും രാജാവ് ആരാന്ന് നമുക്ക് മനസ്സിലായത് പുത്രനായ ദൈവമാണ്. അപ്പോൾ അവന്റെ വലതു ഭാഗത്ത് നിൽക്കുന്ന രാജഭാമിനി, രാജാവിന്റെ അമ്മ എന്ന് പറയുന്നത് പരിശുദ്ധ മാതാവാണ്. ഇനി അടുത്ത ഒരാളെ കൂടെ പരിചയപ്പെട്ടാൽ മതി. ആരാണ് ഈ രാജാവിന്റെ സർവാഭരണ വിഭൂഷിതയായ ഈ ഒരു പത്നി ആരാണെന്ന്. അത് മറ്റൊരു മനോഹരമായ ഒരു ഗീതത്തിൽ കൂടെ നമ്മുടെ മറ്റൊരു കൂദാശ നമ്മളത് കേൾക്കുന്നുണ്ടാവുന്ന കേൾക്കാം. സഭയാം തിരുസഭയാം നീയാം അത്യുന്നതനുടെ മാണവാട്ടി. പാവന സഭ ചൊല്ലിടുന്നു എൻ വരനേവൻ ഞാൻ ധന്യ. വന്ദിക്കുന്നേൻ വന്നെന്നെ വേട്ടൊരു മണവാളൻ തന്നെ. എന്നെ മാമോദീസായ ആത്മീയായുധം ആണീച്ചാൻ വിരലിന്മേൽ മേരങ്ങൾ മോതിരമായൻ പേർക്കേകെ അവനെ അനുയാനം. അപ്പോ ആ പാട്ടിൽ വിവാഹ കുദാശ എന്നുള്ള പാട്ടാണ് നമ്മൾ കേട്ടത്. സഭയാം തിരുസഭയാം. അപ്പം സഭയെ പറയുന്നത്, സഭയെ എങ്ങനെയാണ് സിംബോളൈസ് ചെയ്തിരിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ആ പുത്രനായ ദൈവത്തിന്റെ മണവാട്ടിയാണ് സഭ. കർത്താവ് തന്നെ തലയും ആ സഭയാണ് അവന്റെ ഭാര്യ. അപ്പൊ ഇവിടെ ഈ സുഫിലിയാണ് നമ്മൾ കണ്ടത് സഭയെയും പരിശുദ്ധ മാതാവിനെയും പേരിലുള്ള അവരാണ് ദൈവത്തെ സ്തുതിക്കുന്നതായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അല്ലാതെ
സാധാരണ തെറ്റിദ്ധാരണയുള്ളതുപോലെ മാതാവിനെ സ്തുതിക്കുന്ന പാട്ടല്ല എന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. അപ്പം ഇതില് ഒരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പൊ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 4-ാം വാക്യം കൊണ്ട് നമുക്കൊന്ന് കേൾക്കാം. ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ചവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. അപ്പം സഭ അണിഞ്ഞിരിക്കുന്ന വിശേഷ വസ്ത്രം എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തി, അവരുടെ മഹത്വമാണ്. അപ്പം അതുകൊണ്ടാണ് ഈ കുക്ലിയോൻ ഇത്രയധികം പ്രാധാന്യമായിട്ട് നമ്മൾ അവരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ആ ഒരു പ്രാർത്ഥനകളിലേക്ക് നമ്മൾ പോകുന്നത്. ഇനി അടുത്തായിട്ട് നമ്മുടെ എഗ്ബോയിലേക്ക് നമുക്ക് കുക്ലിയോന് ശേഷം നമുക്ക് എഗ്ബോ ആണല്ലോ. അതെ, അതിനെപ്പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം അല്ലെ? അതെ, ഈ പരിശുദ്ധ മാതാവിന്റെ കുക്ലിയോൻ ആത്മ പ്രാർത്ഥനയിലെ എഗ്ബോ എന്ന് പറയുന്നത് ഭക്തർ പുകഴ്ച ഭാജനമേ എന്നുള്ള പാട്ടാണ്. എല്ലാവർക്കും പരിചയമുള്ള പാട്ടാണ്, അറിയാൻ പറ്റുന്നവർക്ക് വേണ്ടി അതുകൂടെ ഒന്ന് കേൾക്കാം. ഭക്തർ പുകഴ്ച ഭാജനമേ ഓക്കെ, ആ പാട്ടാണ് ഭക്തർ പുകഴ്ച ഭാജനമേ. ഭക്തരുടെ അഭിമാന ഭാജനമേ, നിന്നിൽ ഉദിച്ചോരേകസുതൻ, നിന്നിൽ ഉദയം ചെയ്ത ആ ഏകപുത്രൻ, അവന്റെ തൃക്കരൾ ഞങ്ങളിൽ അലിവാൻ തൻ പകലപേക്ഷ അണയ്ക്കണം. അവന് ഞങ്ങളോട് കരുണ തോന്നുവാൻ വേണ്ടി നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മേ എന്നാണ് ഈ എഗ്ബോയുടെ അർത്ഥം. അപ്പം നിന്നിൽ ഉദിച്ചു എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നവൻ, നീതി സൂര്യനാകുന്നു. ആ ഒരു അർത്ഥത്തിലാണ് വളരെ സ്ക്രിപ്ചറൽ ആയിട്ട് തന്നെ നിന്നിൽ ഉദിച്ച ഏകസുതൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് കോലോകളാണ്. കോലോകൾ എന്ന് പറയുന്നത് മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ ഗീതങ്ങളാണ്. കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ദൈവശാസ്ത്രം സംബന്ധിയായ ഗീതങ്ങളാണ്. അപ്പം പരിശുദ്ധ മാതാവിനോടുള്ള ധൂപപ്രാർത്ഥനയിൽ നമ്മൾ പ്രധാനമായിട്ട് 3 വിധത്തിലെ കോലോകൾ, മൂന്ന് ടൈപ്പ്. എല്ലാ കോലോകളും എല്ലാ ധൂപപ്രാർത്ഥനയിലും പാടാറില്ല. ഏതെങ്കിലും ഒരു കോലോ മാത്രമേ പാടാറുള്ളൂ. നമ്മൾ നമസ്കാര പുസ്തകങ്ങൾ, കുർബാന പുസ്തകങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് അറിയാം. ഇന്ന പാട്ട് അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഓർ ഇട്ടിട്ട് 3 പാട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് ആദ്യത്തെ പാട്ട്, അതിൽ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പോകാം. ആദ്യത്തെ ഒരു കോലോ മന്നമ്മകൾക്കായി സ്ലോമോ വന്നേക്ക് ദൂതവരെ എന്നുള്ള പാട്ടാണ്. അതൊന്ന് കേൾക്കാം. അത് പരിശുദ്ധ മാതാവിന്റെ അടുത്ത് ഗബ്രിയേൽ മാലാഖ ചെന്ന് ആ വചനം, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും എന്ന് പറയുന്ന ആ ഒരു സന്ദർഭമാണ് ഈ കോലോകളിൽ പറയുന്നത്. അപ്പൊ കോലോകളിൽ ആദ്യം ഒരു സന്ദർഭം പറയും, അതിന്റെ ദൈവശാസ്ത്രം അടുത്ത രണ്ടാമത്തെ സ്റ്റാൻസ് ആയിട്ട് പറയും. ഇതിനിടയ്ക്ക് വീണ്ടും പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്നുള്ള സ്തുതി അവിടെ ഉണ്ട്, അത് അവിടെ മാറ്റുന്നില്ല. അതുപോലെ കൂട്ടത്തിൽ ഒരു കാര്യം പറയാം, ഇതിനിടയ്ക്ക് വേറെ രണ്ട് ഫ്രേസസ് കൂടെ നമ്മൾ ഈ പാട്ടിൽ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ എഗ്ബോയിൽ കേട്ടത് സ്തൗമൻ കാലസ് കുരിയൽ ഐസോൺ എന്നാണ്. നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കണം, അല്ലാതെ സ്റ്റാൻഡ് സ്ട്രൈറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ മൊറിയോ റാഹേ മേലെ നുവാദാറേൻ എന്ന് കേൾക്കാം. അതിന്റെ അർത്ഥം കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നാണ്. ഓക്കെ, ഈ പാട്ട് നമുക്ക് കേൾക്കാം. മന്നമകൾക്ക് ദൂതവരെ എന്നുള്ള പാട്ട്. മന്നമകൾക്കായി ശ്ലോമോ സ്തുതിതാദനും സുതാനും പാവന റൂഹായിക്കും ഓക്കെ, അവിടെ പറഞ്ഞത് മന്നമകൾക്കായി ശ്ലോമോ വന്നേകി ദൂതവരൻ, നിന്നോട് കൂടെ നാഥൻ നിന്നിൽ തന്നെ ഉദയമത്. മന്നമകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യപുത്രിക്കായിട്ട്
സമാധാനം ദൂതൻ വന്നു പറഞ്ഞു, നിന്നോട് കൂടെ എൻ്റെ കർത്താവ് ഇരിക്കൊണ്ട്, കർത്താവ് നിന്നോട് കൂടെ എന്ന് പറഞ്ഞതിന്റെ അതിന്റെ പദ്യരൂപമാണ് എഴുതിയിരിക്കുന്നത്. നിന്നിൽ അവൻ വന്ന് ഉദിക്കും. അതില് നമുക്കറിയാം സ്ക്രിപ്ചറലായിട്ട് ഒരു വ്യത്യാസവുമില്ല. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങളാണ്. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, കർത്താവ് നിന്നോട് കൂടെ എന്ന് പറഞ്ഞ് അതേ കാര്യങ്ങളാണ് ഈ പാട്ടിന്റെ ആദ്യ ഭാഗത്ത്. അവിടെ ശ്രദ്ധിച്ചു കാണും, പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്ന് അച്ഛൻ പറയുന്നു. ആ കോലോകളുടെ രണ്ടാമത്തെ സ്റ്റാൻസ കഴിയുമ്പോൾ മെനവോലം അതാമിനവോലം വെൽമീനാം മറിയോറാഹൻ മേലെ പറഞ്ഞിട്ടാണ് നമ്മളത് അവസാനിപ്പിക്കുന്നത്. അപ്പോ അതില് മെനവോലം ആദാം മെനവോലം എന്നുള്ളതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞില്ല. ആദ്യം മുതൽ എന്നേക്കും ഇപ്രകാരം തന്നെ ആമേൻ എന്നുള്ളതാണ് അതിനർത്ഥം. ഓക്കെ, അപ്പോൾ ഈ മന്നമകൾക്കായി സ്ലോമോ എന്നുള്ള പാട്ടിന്റെ അതിനെ പറ്റി അത്രയുമേ വിശദീകരിക്കാനായിട്ടുള്ളൂ. ഇനി കുറച്ചും കൂടെ വിശദമായിട്ടുള്ള അടുത്ത ഒരു കോലോ സ്വീകരണം നേടി, ആൽബർട്ടിന് അറിയാലോ, സ്വീകരണം നേടി എന്നുള്ള പാട്ട് അടുത്ത് കുറച്ചും കൂടെ നമ്മള് ആ സ്തുതിയുടെയും കൂടെ ഒന്ന് പറഞ്ഞേക്ക്. അതിനിടയ്ക്കല്ല നമ്മള് ശുഭഹോലാഭോ പുരോഹിതൻ വെക്കുന്നതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അർത്ഥം ഇതുവരെ പറഞ്ഞത് അറ്റസ്റ്റ് ചെയ്യുകയാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങള് സ്ക്രിപ്ചറിലാണെന്ന് അവിടെ പറയുന്നതാണ്. അറ്റസ്റ്റേഷൻ കൊടുക്കുകയാണ്, പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്നുള്ളത്. ഓക്കെ, അടുത്തത് സ്വീകരണം നേടി എന്നുള്ള പാട്ട്. സ്വീകരണം നേടി ദൈവത്തിൻ മാതാവാം ഈശ്വരി ശാപത്തെ നീക്കിയ കന്യകയെ ശാന്തി ക്ഷേമങ്ങൾ സകലമെന്നും വാണി ജ്ഞാനേകാത്മജനോ അഭ്യർത്ഥി ഇപ്പൊ നമ്മൾ കേട്ട ആ ഗീതത്തിൽ ഞാൻ ഇതുവരെ പറഞ്ഞു വന്നപ്പോ പാട്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് പാട്ടെന്ന് തെറ്റി പറഞ്ഞു പോയതാണ്. ഗീതങ്ങളാണ് ഇത്. ശരിക്കും ആരാധനാ ഗീതങ്ങൾ എന്ന് പറയുന്നതാണ്. മറ്റു പാട്ടുകളുമായിട്ട് ഒരു വ്യത്യാസമുള്ളത്. കവിതയല്ല, പാട്ടല്ല, ഗീതങ്ങൾ എന്ന് പറയാം. ആരാധനാ ഗീതങ്ങളാണ് അത്. ആരാധനാ ഗീതങ്ങളില് ഇതിന്റെ ആദ്യത്തെ ഭാഗത്ത് പറയുന്നത് സ്വീകരണം നേടി ദൈവത്തിൻ മാതാവായി ഇക്ഷിതി ശാപത്തെ നീക്കിയ കന്യകയെ ശാന്തിക്ഷേമങ്ങൾ സഭയിലുമെങ്ങും വാണിയിടാൻ ഏകാത്മജനോട് അഭ്യർത്ഥിക്കണമേ. അതാണ് നമ്മളിപ്പോ കേട്ടത്. അപ്പോൾ എന്താണ് ഇതിനർത്ഥം? പരിശുദ്ധ ഈ മനുഷ്യാവതാരത്തിൽ, യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിൽ പരിശുദ്ധ മാതാവിന്റെ പങ്ക് എന്താണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സ്വീകരണം നേടി എന്ന് പറഞ്ഞാൽ ആ ദൈവദൂതൻ പറഞ്ഞ ആ വാക്ക് അവളെ സ്വീകരിച്ചു. ദൈവത്തിന്റെ മാതാവായി വളരെ കോൺഫ്ലിക്റ്റ് ഉള്ള ദുരിതോപദേശകർ പറയുന്നവർക്കും അല്ലെങ്കിൽ മറ്റ് ഇവാഞ്ചലിക്കൽ വേൾഡിലുള്ളവർക്കും ഒക്കെ വളരെ എതിർപ്പുള്ള ഒന്നാണ് ദൈവമാതാവ് എന്ന് മറിയാമിനെ വിളിക്കുന്നത് എന്തിനാണെന്നുള്ളത്. അതിനെപ്പറ്റി ചെറുതായി അല്പമായിട്ടൊന്ന് പറഞ്ഞിട്ട് നമുക്ക് പോകാം. ആൽബി മറ്റൊരു ലൈവിൽ ഇതിനെപ്പറ്റി വിശദമായിട്ട് ദൈവമാതാവിനെ പറ്റി പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മള് ഈ പ്രോട്ടോ ഏവങ്കേലിയോൻ സുവിശേഷം നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് ഏതൻ തോട്ടത്തിൽ വെച്ച് തന്നെയാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യമാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. അപ്പോ ഒന്നാം ഹവ്വായിലൂടെ പാപവും അതിന്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് മരണവും ലോകത്തിലേക്ക് വന്നു. രണ്ടാം ഹവ്വ എന്നാണ് നമ്മുടെ സഭ പരിശുദ്ധ മറിയാമിനെ വിളിക്കുന്നത്. അതിന്റെ കാരണം മറിയാമിലൂടെ നിത്യജീവനും ആ മരണത്തിനെ തോൽപ്പിക്കുന്ന മശിഹായും ലോകത്തിലേക്ക് വന്നു. അപ്പം ഒരു ആദ്യ ഹവ്വായിലൂടെ മരണവും പാപവും ലോകത്തിലേക്ക് വന്നപ്പോൾ രണ്ടാമത്തിലൂടെ പാപമോചനവും നിത്യമായ രക്ഷയും മനുഷ്യരിലേക്ക് വന്നു. അതുകൊണ്ടാണ് ഈ ദൈവത്തിന് മാതാവായി എന്നിവിടെ പറയുന്നത്. അല്ലെങ്കിൽ അപ്പം ഈ പരിശുദ്ധ മാതാവിന് എന്താണ് ഇതിലൊരു റോൾ ഉള്ളത്? നമ്മളോട് ഇവാഞ്ചലിക്കൽ വേൾഡിലോട് പറയും ഇത് മുട്ടത്തോടാണ്, മാതാവ് മുട്ടത്തോട് പോലെയുള്ളൂ, അല്ലെങ്കിൽ കുക്കിൾക്കൊടി ബന്ധമില്ലായിരുന്നു, വെറുതെ വയറ്റിൽ കിടന്നതേ ഉള്ളൂ. അങ്ങനെയൊക്കെ മാതാവിനെ വളരെയധികം ഇകഴ്ത്തി പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കാനുള്ളത്, ആദാമിനെ ഒരു മണ്ണ് കൊണ്ട് ഒരു പ്രതിമ ഉണ്ടാക്കി അതിലേക്ക് ജീവശ്വാസം ഊതിയതുപോലെ കർത്താവിനെ വേണമെങ്കിൽ 10-30 വയസ്സുള്ള ഒരു യുവാവിന്റെ ഒരു പ്രതിമ പുതുതായിട്ടുണ്ടാക്കി അതിലേക്ക് ജീവശ്വാസം ഊതി വന്നാൽ മതിയായിരുന്നു. ഒരു സ്ത്രീയുടെ പുത്രനായിട്ട് ജനിക്കേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു, ഇല്ലേ? അപ്പോ ആദാമിന്റെയും ഹവ്വയുടെയും സന്തതി പരമ്പരകളിലേക്കാണ് അവൻ ഇറങ്ങി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ ലോകത്തെ രക്ഷിക്കുന്നവനായിട്ട് മനുഷ്യകുലത്തെ ആകമാനം ബാധിച്ചിരുന്ന ദൈവമായുള്ള അകൽച്ചയിൽ നിന്ന്, അവരുടെ ബോധ്യങ്ങളിൽ നിന്ന് ആ ദൈവത്തെ പറ്റിയുള്ള വളരെ കൃത്യമായ ധാരണ. ദൈവം സ്നേഹമാകുന്നു, ദൈവം ക്ഷമയാകുന്നു, ദൈവം നിങ്ങളോട് പൊറുക്കാൻ തയ്യാറാണ്, നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ള ആ ഒരു കൃത്യമായ മെസ്സേജ് കാണിക്കാൻ വേണ്ടിയിട്ട് ആ യഹൂദ ഗോത്രത്തിലെ അംഗമായിരിക്കുന്ന മറിയാമിൽ തന്നെ വന്ന് അവന്
മനുഷ്യനായിട്ട് അവതരിക്കുന്നത്. അപ്പോ ദൈവവും മനുഷ്യകുലവുമായിട്ട് വന്ന ആ ഒരു നിരപ്പ്, ആ ഒരു യൂണിയൻ വന്ന് സംഭവിക്കുന്നത് പരിശുദ്ധ മറിയാമിലാണ്. അതാണ് മറിയാമിന്റെ പ്രാധാന്യം. അല്ലാതെ സഭാപിതാക്കന്മാര് സുന്നഹദോസ് കൂടി മറിയാമിനൊരു അവാർഡ് പോലെ കൊടുത്തതല്ല ദൈവമാതാവ് എന്ന് പറഞ്ഞ പേര്. ഒരുപക്ഷെ ദൈവമാതാവ് നമ്മൾ പരിശുദ്ധ മറിയാമിനെ വിളിക്കുമ്പോൾ നമ്മൾ മാതാവിനെ മഹത്വീകരിച്ച് ഉന്നതമായ ഒരു സ്ഥലത്തിലേക്ക് ഉയർത്തുകയല്ല ചെയ്യുന്നത്. പകരം ആ മനുഷ്യകുലത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിനെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മൾ ഓർത്തഡോക്സ് നമുക്കറിയാം, എന്ത് ദൈവശാസ്ത്രം നമ്മൾ പറയുമ്പോഴും എന്ത് പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലുമ്പോഴും അതൊക്കെയും ദൈവ കേന്ദ്രീകൃതമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പം കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം എന്നുള്ള പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ ആ ദൈവ കേന്ദ്രീകൃതമായിട്ട് നമുക്ക് ചിന്തിക്കുമ്പോൾ ദൈവം വന്ന് പറഞ്ഞ അറിയിപ്പാണ് പറയുന്നത്. ആ ഒരു പെർസ്പെക്റ്റീവിൽ വേണം നമ്മളത് കാണാൻ. അപ്പോ ദൈവമാതാവെന്ന് പറയുമ്പോൾ അവൾ പ്രസവിച്ച പുത്രനെയാണ് നമ്മൾ മഹത്വപ്പെടുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തു ദൈവമായിരുന്നോ മനുഷ്യനായിരുന്നോ എന്നൊരു ചോദ്യം ദുരിതോപദേശക്കാരെല്ലാവരും ചിന്തിക്കേണ്ടതാണ്. യേശു ക്രിസ്തു ദൈവമാണ്. ചിലർ പറയും അവൻ ദൈവമായിരുന്നു, പക്ഷേ അവന് മനുഷ്യൻ പൂർണ്ണ രൂപത്തിലല്ലായിരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ തിരിച്ചു ചോദിക്കുക, കുരിശിൽ മരിച്ചത് ആരാണ്? മനുഷ്യനാണോ ദൈവമാണോ? ഉപദേശത്തിൽ സ്ഥിരമല്ലാത്തവർ പറയും, അതിനിപ്പോഴും ഉപദേശിക്കുന്നവരുണ്ട്, കുരിശിൽ മരിച്ചത് മനുഷ്യനായ യേശു മാത്രമാണ്, അല്ലാതെ ദൈവത്തിന് ഒരിക്കലും മരിക്കാൻ സാധിക്കുകയില്ല. പക്ഷെ നമ്മുടെ സഭ കൃത്യമായിട്ടും പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സ്ലീബായുടെ കുക്കിൽ നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇത് പാഷൻ വീക്കിലെ ശുശ്രൂഷകളിൽ പറയുന്നുണ്ട്, അവൻ കബറടങ്ങിയിരിക്കുമ്പോൾ ആത്മാവ് മാത്രം അദ്ദേഹത്തിൽ നിന്ന് മാറ്റി അവന്റെ ബൈ എസൻസ് ആ ദൈവത്വം അവൻ തന്നെ നിന്നു. അപ്പോൾ പൂർണ്ണമായും അതാണ് മിയ ഫൈസിറ്റിസം എന്ന ഓർത്തഡോക്സ് സഭയുടെ, ഓറിയന്റൽ ഓർത്തഡോക്സ് ദൈവശാസ്ത്രത്തിലെ ഏറ്റവും നല്ല ആ തിയോളജി, ഏറ്റവും കൃത്യമായ ആ തിയോളജി. യേശു ക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ ഒരു മാറ്റവും കൂടാതെ ഒരു യൂണിയനിൽ നിന്നു എന്നുള്ളത്. അപ്പൊ ആ യേശു ക്രിസ്തുവിൽ ആ ദൈവവും മനുഷ്യത്വവും ഒരുപോലെ നിന്നെങ്കിൽ അവൻ ഒരേ സമയം ദൈവവും മനുഷ്യനുമായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഏത് വയറ്റിലാണോ ഉരുവായത് ആ ഉദരം ഭാഗ്യമുള്ളത് എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. നമുക്കറിയാം, പരിശുദ്ധ മാതാവിനെ ദൈവമാതാവെന്ന് ആദ്യമായിട്ട് സംബോധന ചെയ്തത് യോഹന്നാൻ സ്നാപകന്റെ അമ്മയായ എലിസബത്ത് ആണ്. എലിസബത്തിന്റെ അടുത്തേക്ക് മറിയാം പോകുന്ന രംഗം നോക്കുക, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ. അന്ന് നമുക്കറിയാം, ഇപ്പോഴത്തെ പോലെ എഴുത്തോ വാട്സപ്പോ ഫോണോ ഒന്നുമില്ല. വിളിച്ച് പറഞ്ഞിട്ടല്ല പോകുന്നത്, ഞാൻ ഗർഭിണിയാണ്, ഞാൻ 3 മാസം ഗർഭിണിയാണ്, അങ്ങോട്ട് വരുവാണെന്ന് പറഞ്ഞിട്ടൊന്നും അല്ല പോകുന്നത്. അവിടെ ചെന്ന് എലിസബത്തിനെ കണ്ട്, എലിസബത്ത് മറിയാമിനെ കണ്ട മാത്രമേ തന്നെ ഓടി ചെന്നിട്ട് പറയുകയാണ്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുവാനുള്ള മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? വിശുദ്ധ വേദപുസ്തകം, വിശുദ്ധ ലൂക്കോസ് എല്ലാം കൃത്യമായിട്ട് അന്വേഷിച്ചിട്ടാണ് ഈ സുവിശേഷം എഴുതുന്നത്, സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന വിശുദ്ധ ലൂക്കോസിനറിയാം ഇത് ലോകത്ത് മുഴുവൻ പാട്ടായിരിക്കുന്ന സംഭവമല്ല. അവിടെ കൃത്യമായ ആദിമ സഭയുടെ വിശ്വാസം തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. വേദപുസ്തകം അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായിട്ടാണ് ഈ വാക്യം പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഒരു വാക്യം ഒരാൾ പറയുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് കൊടുത്ത ജ്ഞാനത്തിൽ നിന്നാണ് പറഞ്ഞത്. ആ ഒരു ജ്ഞാനത്തിൽ നിന്നാണ് ഈ എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറയാനുള്ളത്, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കർത്താവിന്റെ അമ്മ എന്ന് വിളിച്ചെങ്കിൽ പരിശുദ്ധാത്മാവ് നിറയുന്ന ആരും ദൈവത്തിന്റെ അമ്മയെ കർത്താവിന്റെ അമ്മ അല്ലെങ്കിൽ ദൈവമാതാവ് എന്ന് തന്നെ വിളിച്ചിരിക്കും. കാരണം മറിയാമിനെ ദൈവശാസ്ത്രത്തിൽ നിന്ന് എപ്പോഴൊക്കെ മുറിച്ചു മാറ്റാൻ ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ ആ ദൈവശാസ്ത്രങ്ങളെല്ലാം അബദ്ധത്തിൽ ചെന്ന് ചാടിയിട്ടേ ഉള്ളൂ. കാരണം ഉറച്ചു നിൽക്കണമെങ്കിൽ, അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, ആ ലേഖനത്തിൽ പറയുന്നുണ്ട്, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കുന്ന ആരും അവനാണ് പരിശുദ്ധാത്മാവെന്നുള്ളത്. യേശു ക്രിസ്തു മറിയാമന്റെ ഉദരത്തിൽ കിടന്ന അത് ദൈവമാണ്, മറിയാമന്റെ ഉദരത്തിൽ കിടന്ന ശിശു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മറിയാം സത്യമായിട്ടും ദൈവമാതാവുമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ചിന്തയിൽ പറയുന്നത്, മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവരുമായ നിങ്ങളുടെ പാത്രീസ് സേവ്യർ യോസഫ്. ഈ വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് പിതാക്കന്മാർ ജീവൻ കൊടുത്തതും അവർ വിശ്വാസത്തിൽ ഉറച്ചു നിന്നത്. ഓക്കെ, ഈ കോലോയുടെ 2-ാം ഭാഗം നമുക്കൊന്ന് കേൾക്കാം. ഈ സ്വീകരണം നേടി എന്നുള്ളതിന്റെ ആദ്യ ഭാഗം മാത്രമേ നമ്മൾ ഇതുവരെ കേട്ടുള്ളൂ. അതില് ആ ഭാഗം ആ ലൈൻ ഇങ്ങനെയാണ്: ക്രോബേസ് റാപ്പികൾ തൻ സവിധം വിട്ട് അവതരണം ചെയ്ത കന്യക തൻ ഉദരേ വാണോനെ, ആദാമ്യരെ സാത്താൻ മൃതിയിവ തൻ അടിമയിൽ നിന്ന് ഏറ്റിടുവാൻ മെയ്യേന്തിയ വീര സ്തോത്രം എന്ന് പറഞ്ഞാൽ, ക്രോബേന്മാരുടെയും സ്രാപ്പികളുടെയും സ്രോപ്പേന്മാരുടെയും ക്രോബേന്മാരുടെയും മാലാഖമാരുടെ ആ ഗണത്തിൽ നിന്ന് അവിടുന്ന് ഇറങ്ങി തന്നെത്താൻ ഒഴിച്ച്, നമ്മുടെ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ പറയുന്ന വാക്യങ്ങളൊന്ന് വായിക്കാം. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ
ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ. ഇതാണ് നമ്മൾ ആ പാട്ടില് ക്രോബേസ് റാപ്പികൾ താൻ സവിധം വിട്ട് അവതരണം കേൾക്കുന്നത്. കേൾക്കാം. ആ ലാസ്റ്റ് ലൈൻ, ആദാമ്യരെ, ആദാമിന്റെ മക്കളെ, ഇതാണ് ഓർത്തഡോക്സ് സഭ പ്രഘോഷിക്കുന്നത്. ദൈവം രക്ഷിക്കാനായിട്ട് വന്നത് ഒരു സെലക്ടഡ് ഗ്രൂപ്പിനെ മാത്രമല്ല, അല്ലെങ്കിൽ അബ്രഹാമിന്റെ മക്കളെ മാത്രമല്ല, ആദാമിന്റെ മക്കളെയാണ്. ആദാം ദൈവത്തിന്റെ മകൻ എന്ന് വിശുദ്ധ ലൂക്കോസ് സുവിശേഷത്തിൽ പറയുമ്പോൾ ആദാമ്യരെ സാത്താൻ, മൃതി എന്നിവയുടെ അടിമയിൽ നിന്ന് കയറ്റുവാനാണ് ഈ കർത്താവ് ജഡധാരണം ചെയ്തത്. അതുകൊണ്ടാണ് ആ കന്യക മറിയാമിന്റെ ഉള്ളിൽ വഹിച്ച ആ ശിശുവിന്റെ മഹത്വം കൊണ്ടാണ് അവൾ ദൈവമാതാവെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഇറങ്ങി വന്ന് ദൈവം ഒരു മനുഷ്യ കുഞ്ഞായിട്ട് ആ കന്യക മറിയാമിന്റെ ഉള്ളിൽ ജനിച്ച ആ ശിശു ആരാണെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സീനായ് ഗിരിയിൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ ആ മല പുക കൊണ്ട് നിറഞ്ഞ് ഇടിനാടം കൊണ്ട് വിറച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ആ ക്രോബന്മാരുടെ രഥത്തിൽ കയറി വരുന്ന ആ ദൈവത്തിനെ, അത്രയ്ക്ക് ടൈം ആൻഡ് സ്പേസിന് വെളിയിൽ നിൽക്കുന്ന, സമയത്തിനോ കാലത്തിനോ അതീതനല്ലാത്ത ആ പുത്രനായ ദൈവമാണ് ഈ ടൈമും സ്പേസും എല്ലാം ലിമിറ്റ് ചെയ്തുകൊണ്ട് തന്നെത്താനെ ഒഴിച്ച് മനുഷ്യകുലത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പോ അതുകൊണ്ടാണ് അത്രയും ഭയങ്കരമായിരിക്കുന്ന, അത്രയും സർവശക്തനായ ദൈവം അവിടെ നിന്നിട്ടും അവിടെ വന്ന ആ കന്യകയുടെ ഉദരത്തിൽ വസിച്ചിട്ടും അവൾക്ക് കേടുപാടൊന്നും സംഭവിച്ചില്ല. ഈ പാട്ട് വേറൊരു നമസ്കാരത്തിൽ നമ്മളൊരു പാട്ടിൽ നമ്മളിത് പാടുന്നുണ്ട്. ഇങ്ങനെയാണത്: മരമേരിയാതിരുത്തി തന്നടുവിൽ കണ്ടതുപോൽ ചിന്മയനം മറിയാമിൽ വസിച്ചു ശരീരം പൂണ്ടു. അതിനാൽ ഭംഗവുമാ കന്യാ വ്രതമുദ്രയ്ക്കുണ്ടായില്ല. ആ പാട്ടിൽ പറഞ്ഞത് എന്താണ്? മോശ ആ മരത്തിൽ ആ മുൾമരത്തിൽ തീ പിടിക്കുന്നത് കണ്ടു, പക്ഷെ അതിന് കേടുപാടൊന്നും ആ മരത്തിന് വന്നില്ല, ആ മുൾച്ചെടിക്ക് വന്നില്ല. അതുപോലെ ചിന്മയൻ ഈ പെൺകുട്ടിയിൽ ഇറങ്ങി ഒരു ശിശുവായി വസിച്ചിട്ടും അവൾക്ക് യാതൊരു കേടുപാടുകൾ സംഭവിക്കുകയോ അവിടെ കന്യകാത്വം അല്ലെങ്കിൽ ആ കന്യകാ വ്രതത്തിന് ഒരു ലംഘനം വരികയോ ചെയ്തിട്ടില്ല എന്നതാണ് സഭയുടെ വിശ്വാസം. അതാണ് നമ്മൾ ഈ റിപ്പീറ്റഡ്ലി പാടുന്നത്. ഇതെല്ലാം മാതാവിനെ എടുത്ത് പുകഴ്ത്താൻ വേണ്ടിയിട്ടുള്ള പാട്ടുകളല്ല. ഇത് മുഴുവൻ മനുഷ്യകുലത്തിലേക്ക് ഇറങ്ങി വന്ന യേശു ക്രിസ്തുവിന്റെ മഹത്വം, അല്ല എത്രത്തോളം ഈ മനുഷ്യകുലം മഹത്വീകരിക്കപ്പെട്ടു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാട്ടുകൾ പാടുന്നത്. അതുകൊണ്ട് ഈ പാട്ടുകൾ വരുമ്പോൾ മനഃപൂർവ്വമായിട്ട് പാടാതെ വായടച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് അപേക്ഷിക്കാനായിട്ടുള്ളത്, ശ്രദ്ധിക്കാനായിട്ട് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ എന്തിനാണ് വായടച്ച് നിൽക്കുന്നത്? മനുഷ്യകുലം എത്രത്തോളം മഹത്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ യോഹന്നാൻ എഴുതിയിരിക്കുന്നത് പോലെ ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു സ്വീകരിക്കുന്ന ആത്മാവൊക്കെ ദൈവത്തിൽ നിന്നുള്ളതാണ്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അതിപ്പോൾ തന്നെ ലോകത്തിൽ ഉണ്ട്. അപ്പം യേശു ക്രിസ്തു ജഡത്തിൽ ജനിച്ചത് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവത്വവും ഒന്നിച്ചിരിക്കുന്ന ആ യൂണിയനിലിരിക്കുന്ന കർത്താവാണെന്നുള്ളതാണ് സഭയുടെ വിശ്വാസം. ആൽബി, ഇനി നമുക്ക് 5 മിനിറ്റും കൂടെയാണ് നമ്മുടെ 45 മിനിറ്റ് എത്താനായിട്ടുള്ളത്. നമ്മൾ ഇതിന്റെ അവസാന ഭാഗത്തിൽ എത്തിയിരിക്കുകയാണ്. ഇനിയും 2 പാട്ടും കൂടെയുള്ളൂ. അതുകൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് നിർത്തിയാൽ മതിയോ, അതോ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം?
ഓക്കെ, ഇനി ഇതില് കോലോയിലെ ലാസ്റ്റ് നമ്മളെ പെട്ടെന്ന് പാടുന്ന ഇപ്പൊ ചെറിയ ലെങ്ത് മാത്രമുള്ള ഒരു പാട്ടാണ് മറിയാമിൻ സ്മരണം വരദായകമാക. ആ പാട്ട് എന്തുകൊണ്ടാണ് മറിയാമിനെ പറ്റിയുള്ള ഓർമ്മ, അല്ലെങ്കിൽ മറിയാമിന്റെ പ്രാർത്ഥനയോട് കൂടി നമ്മുടെ പ്രാർത്ഥന സമർപ്പിക്കുമ്പോൾ എന്താണ് അതിന്റെ പ്രാധാന്യം നമ്മൾ ഇതുവരെ പറഞ്ഞു കഴിഞ്ഞു. മറിയാമിന്റെ സ്മരണം വരദായകമാകുന്നത് അവൾ ദൈവപുത്രനെ വഹിച്ചതുകൊണ്ടാണ്. നമ്മൾ അതുകൊണ്ടാണ് ഓർത്തഡോക്സ് നമുക്കറിയാം പരിശുദ്ധ മാതാവിന്റെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു മാതാവിനെ നമ്മൾ ഒരിക്കലും പ്രസന്റ് ചെയ്യാറില്ല. മാതാവിന്റെ കൂടെ യേശു കുഞ്ഞ് എപ്പോഴും ഉണ്ട്. മാതാവും അമ്മയും വേർതിരിക്കാൻ പറ്റാത്ത പോലെ ഒന്നിച്ച് നിൽക്കുന്ന മാതാവിനാണ് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ കരയേറ്റുന്ന ആ മാതാവിനെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. ആ പാട്ട് നമുക്ക് കേൾക്കാം. മറിയാമിൻ സ്മരണം വളരെ എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. മറിയാമിൻ സ്മരണം സുബഹോലാ ബോല ബറോവൽ റൂഹോ കാദീശോ അപ്പൊ ആ ഗീതത്തിൽ നമ്മൾ പറഞ്ഞത് മറിയാമിൻ സ്മരണം വരദായകമാകട്ടെ, അവളുടെ പ്രാർത്ഥന ഞങ്ങളുടെ ആത്മാവിന് കോട്ടയായിരിക്കട്ടെ. ദൈവപ്രസവിത്രി, ദൈവത്തെ പ്രസവിച്ചവളായ കന്യക മറിയാമിന്റെ പ്രാർത്ഥനയോടുകൂടിയ സുഗന്ധ ധൂപം ഈ ഓയാറിൽ അല്ലെങ്കിൽ ഈ എയറിലേക്ക് ഉയരുന്നു. അതാണ് ആ പാട്ടിന് അർത്ഥം. അടുത്തത് നമ്മുടെ കുക്കിലിയോൻ അവസാനിക്കുമ്പോഴുള്ള ബോവൂസോ ആണ്. ബോവൂസോ എന്ന് പറഞ്ഞാൽ അപേക്ഷകൾ എന്നാണ്. രണ്ട് അപേക്ഷകൾ നമുക്ക് ഇത് കാണാം. ഒന്ന് മോറാൻ ഈശോ കുരിശും നിൻ മാതൃജനത്തിൻ പ്രാർത്ഥനയും. അത് ഞാനങ്ങ് പറയാം. മോറാനീശോ കുരിശും നിൻ മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളെയും നിൻ കോപത്തിൻ പടികളെയും മായ്ചിടേണം. കർത്താവ് യേശു മിശിഹ, നിന്റെ മാതാവിന്റെ പ്രാർത്ഥനകളാൽ നിന്റെ കോപത്തെയും നിന്റെ ശിക്ഷകളെയും ഞങ്ങളിന്ന് മാറ്റണമേ. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം തോന്നും, എടാ ദൈവ സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് ദൈവം കോപത്തിന്റെ വടി എടുത്തുകൊണ്ട് വരികയാണോ എന്നൊരു സംശയം വന്നേക്കാം. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്? നമ്മൾ പുതിയ നിയമ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്തുകൊണ്ട് ചിന്തിക്കുന്നവർ മനസ്സിലാക്കണം, ദൈവം നമ്മുടെ പിതാവാണ്. പിതാവും മക്കളും തമ്മിലുള്ള ബന്ധമാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഇതൊരു കുടുംബമാണ്, അല്ലാതെ ഒരു കോടതിയോ പോലീസ് സ്റ്റേഷനോ അല്ല. അപ്പോ എബ്രായ ലേഖനം 12-ാം അധ്യായം 5-ാം വാക്യം വരെയുള്ള നോക്കുക. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയും വരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലോടയന്മാരത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. അതെ, അപ്പോ ബാലശിക്ഷയാണ് ദൈവം തരുന്നത്, അല്ലാതെ എന്നത്തേക്കുമായിട്ടുള്ള എറ്റേണൽ പണിഷ്മെന്റുകളല്ല. അപ്പൻ മക്കളെ ശിക്ഷിക്കുന്നത് അവരുടെ സ്വഭാവം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരിക്കലും ജീവപര്യന്തം തടവിനും ജീവപര്യന്ത ശിക്ഷയ്ക്ക് നമ്മൾ വിധിക്കാറില്ല. ലോകപരമായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാത്തപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് ഒരിക്കലും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് മോറാനീസോ കുരിശും നിൻ മാതൃജനത്തിൻ പ്രാർത്ഥനയും, നിന്റെ കുരിശും നിന്റെ മാതാവിന്റെ പ്രാർത്ഥനയും മൂലം ഞങ്ങളിൽ തരുന്ന ബാലശിക്ഷകളെ കുറച്ച് തരണമേ. അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മള് സിമ്പിൾ മലയാളത്തിൽ പറഞ്ഞാൽ, അപ്പൊ എന്റെ കുറ്റങ്ങൾ എനിക്ക് മനസ്സിലായി, എനിക്ക് ശാലം കുറച്ചടി മാത്രമേ തരാവൂ എന്ന് മാത്രം ആ പ്രാർത്ഥനയെ പറ്റി ചിന്തിച്ചാൽ മതി. ഇനി രണ്ടാമത്തെ ഒരു ബോവുസൈഡ് ഉണ്ട്, വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന നിർത്തിയിടരുതേ മാതാവേ, അല്ലെ നിർത്തിയിടരുതേ പരിശുദ്ധ എന്നുള്ള ഒരു പാട്ട്. അത് ഇങ്ങനെയാണ്. നിർത്തിയിടരുതേ മാതാവേ, ഓക്കെ, ഈ പാട്ടോടുകൂടി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന എല്ലാ ടോപ്പിക്കുകളും നമ്മൾ കവർ ചെയ്തു. 45 മിനിറ്റ് അല്ല, 46 മിനിറ്റ് ആയി, സാരമില്ല. അപ്പോ ഇനിയും വരുന്ന ഇതുപോലുള്ള അവസരങ്ങളിൽ അടുത്ത കുക്കിലിയോൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്തത് പരിശുദ്ധന്മാരെ പറ്റിയും
വാങ്ങിപ്പോയ വിശ്വാസികളെ പറ്റിയുമാണ്. അപ്പോൾ ആൽബർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദിലീപ് കുര്യൻ ഇവിടെ വന്നതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ലൈവ് നമുക്ക് നിർത്താം. അപ്പം എന്താണ് കൺക്ലൂഷൻ ആയിട്ട് ഈ മാതാവിന്റെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ മൗനമായിട്ട് നിൽക്കുന്നവരോട് ആൽബർട്ടിന് പറയാനായിട്ടുള്ളത്? എനിക്ക് ഇന്നത്തെ ലൈവിൽ മൊത്തത്തില് ആളുകളുടെ സംശയങ്ങൾക്ക് അനേകർക്ക് വെളിച്ചമായി തീരാൻ ഇടയാകും. എല്ലാവരും എന്തെങ്കിലും സംശയമുള്ളവര് ഈ ലൈവ് തീർച്ചയായിട്ടും കേൾക്കണം. ആരും നിന്നാൾ സ്തുതി കുക്കലിയോൻ ചൊല്ലുന്ന സമയത്തോ അല്ലെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്തോ മിണ്ടാൻ നിൽക്കേണ്ട കാര്യമില്ല. അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അത് മാത്രമാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ പരിശുദ്ധ സഭ വലിയ നോയമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. നിരപ്പിന്റെ ശുശ്രൂഷയിലൂടെ ശുക്കോനോയിലൂടെ നമ്മൾ ഈ വരുന്ന ദിവസങ്ങളിൽ അടുത്ത ദിവസം തന്നെ കയറുകയാണ്. എല്ലാവരും മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വർഷം കഴിയുന്നതും എല്ലാവരും ഭക്തിയോടുകൂടി അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ആ നൊയമ്പ് സംബന്ധിക്കാന്, നൊയമ്പ് എടുക്കുവാന് തയ്യാറാകണം. പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന മലങ്കരയിലെ വിശ്വാസികളോട് ഒരു അപേക്ഷയാണ്. പരിശുദ്ധ സുറിയാനി സഭയുടെ ശാശ്വത സമാധാനത്തിന് വേണ്ടി ഈ നൊയമ്പ് എല്ലാവരും പ്രത്യേകമായി പ്രാർത്ഥിക്കണം. ഈ നൊയമ്പിലൂടെ പരിശുദ്ധ സഭയിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രതീക്ഷിക്കാം. ദൈവം അതിന് ഇടയാക്കും. ദൈവത്തിന് ഇടപെടലുണ്ടാവും. എല്ലാവരെയും പരിശുദ്ധ സഭയിലെ പരിശുദ്ധ നൊയമ്പിലേക്ക്, പരിശുദ്ധ നൊയമ്പെ വരിക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നമ്മളെല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ. പ്രത്യേകിച്ച് ദൈവമാതാവിന്റെയും സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥയും കാവലും കോട്ടയും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. താങ്ക് യു. കർത്താവേ കൃപ ചെയ്യണമേ, പ്രാർത്ഥന നീ കൈക്കൊള്ളണമേ. നിന്ദയവും നിന്മോചനവും നിന്നറയിൽ നിന്നേകണമേ.